ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ മേഖലയിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുണ്ടായത് 14ഓളം കേസുകൾ. ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് 2 പേർ, പരിക്കേറ്റവരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളും. ബോംബ് സൂക്ഷിക്കാൻ കണ്ടെത്തിയിടങ്ങളിൽ UP സ്കൂളുമുണ്ട്. ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഏപ്രിൽ 23 മട്ടന്നൂർ കോളാരിയിലാണ് അവസാന ബോംബ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വകാര്യ വ്യക്തിയുടെ വാലിൽ നിന്ന് 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുക്കുകയായിരുന്നു. വാലിലെ ഓടയിൽ 2 ബക്കറ്റിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. ഇവിടെ കണ്ടെത്തിയ ബോംബുകൾ വെള്ളം കയറാത്ത രീതിയിൽ അതീവ സുരക്ഷ ഒരുക്കിയതും വളരെ അടുത്ത കാലത്ത് നിർമ്മിച്ചവയുമാണ്. എന്നാൽ സംഭവം നടന്ന് 78 ദിവസമായിട്ടും ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ ആരാണ് അവിടെ കൊണ്ടുവച്ചതെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനു തൊട്ടുമുൻപ് ഇതേ വർഷം തന്നെ മാർച്ച് 10 മട്ടന്നൂർ വെളിയമ്പ്രയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് 4 നാടൻ ബോംബുകൾ കണ്ടെടുത്തിരുന്നു. 2 ബക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. വർഷങ്ങൾ പഴക്കമുള്ള ബോംബുകളായിരുന്നു ഇവിടെ നിന്ന് കണ്ടെത്തിയത്. ഒന്നുകിൽ കാലപ്പഴക്കം കൊണ്ട് ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ വർഷങ്ങളായി ഇത് ഇവിടെ സൂക്ഷിക്കുന്നതോ ആകാം. ഈ കേസിലും ഇതുവരെ ആരാണ് നിർമ്മിച്ചതെന്നോ ഇവിടെ കൊണ്ടുവച്ചതെന്നോ കണ്ടെത്തിയിട്ടില്ല. അതിനു മുൻപുണ്ടായത് 2022 സെപ്റ്റംബറിൽ PFI നടത്തിയ ഹർത്താലിനിടെ നടന്ന സംഭവമായിരുന്നു. പെട്രോൾ ബോംബ് കൊണ്ടുള്ള അക്രമങ്ങളാണ് അരങ്ങേറിയത്. പാലോട്ടുപള്ളി, ഉളിയിൽ, നാരായൺപാറ എന്നിവിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെയും മട്ടന്നൂർ RSS ഖണ്ഡ് കാര്യാലയത്തിന് നേരെയും പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. സംഭവത്തിൽ ബോംബെറിഞ്ഞ കേസിൽ പ്രതികളെ പിടികൂടിയിരുന്നു. 2022 സെപ്റ്റംബർ 22 രാത്രി പടിക്കച്ചാൽ സ്കൂളിന് സമീപം റോഡിൽ ബോംബ് സ്ഫോടനമുണ്ടായി. പൊട്ടിത്തെറിച്ചതിന്റെ ബാക്കി കുപ്പിച്ചില്ലുകളും ബോംബിന്റെ അവശിഷ്ടങ്ങളും റോഡരികിൽ നിന്ന് കണ്ടെടുത്തു. 2 ബോംബുകളാണ് പൊട്ടിയത്. അതിനു മുൻപും പ്രദേശത്ത് രാത്രികാലങ്ങളിൽ സ്ഫോടന ശബ്ദം കേൾക്കാറുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. 2022 സെപ്റ്റംബർ 7 രാത്രി ചാവശ്ശേരി മണ്ണോറയിലും RSS പ്രവർത്തകനായ സുധീഷിന്റെ വീടിന് മുന്നിലുള്ള റോഡിൽ സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിന്റെ 2 ആഴ്ച മുമ്പ് ചാവശ്ശേരിയിൽ RSS STPI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും നിരവധി വീടുകളും വാഹനവും തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ കേസിലും ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികളെ പിടികൂടിയിരുന്നു. 2022 ജൂലൈയിൽ മട്ടന്നൂർ കാശിമുക്കിലെ വീടിനുള്ളിൽ ഉണ്ടായ സ്ഫോടനവും കഴിഞ്ഞ ദിവസം എരഞ്ഞോളിയിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് സമാനമായ സംഭവമായിരുന്നു. ഇതര സംസ്ഥാനക്കാരായ അച്ഛനും മകനുമാണ് അന്ന് മട്ടന്നൂരിൽ കൊല്ലപ്പെട്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് ഉപജീവനം നടത്തിയിരുന്ന അസം സ്വദേശികളായ പിതാവ് ഫസൽ ഹക്ക്, മകൻ ഷഹീദുൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബോട്ടിലുകൾ ശേഖരിക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ ബോംബ് തുറക്കുന്നതിനിടെയായിരുന്നു ഇരുവരും കൊല്ലപ്പെട്ടത്. തുടർന്ന് ദിവസങ്ങളോളം ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് അരിച്ചു പെറുക്കിയെങ്കിലും ബോംബോ അതിന്റെ ഉറവിടമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് 2021 മെയ് 6 തില്ലങ്കേരി പടിക്കച്ചാലിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് പരിക്കേറ്റത്. വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് 5ഉം 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം ബോംബ് ലഭിച്ചത്. കളിക്കോപ്പെന്ന് തെറ്റിദ്ധരിച്ച് എടുത്തെറിഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിനു തൊട്ടുമുൻപ് ഇതേ രീതിയിൽ കുരുന്നുകളുടെ ജീവൻ പോലും നോക്കാതെ ബോംബുകൾ ഒളിപ്പിച്ച് സൂക്ഷിക്കാൻ തെരഞ്ഞെടുത്തതും തില്ലങ്കേരിയിലെ ഒരു സ്കൂളായിരുന്നു. 2021 ജൂൺ 28 തില്ലങ്കേരി വാഴക്കാൽ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലെ വാഴക്കുല വെട്ടാനെത്തിയപ്പോഴാണ് അധ്യാപകർ പ്ലാസ്റ്റിക് പെയിന്റ് ബക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 4 ബോംബുകൾ കണ്ടെത്തിയത്. ഈ കേസിൽ ബോംബ് സ്കൂളിനുള്ളിൽ ഒളിപ്പിച്ചത് ആരെന്നോ നിർമ്മിച്ചത് ആരെന്നോ കണ്ടെത്തിയിട്ടില്ല. 2020 സെപ്റ്റംബർ 20 രാത്രി നടുവനാട് നിടിയാഞ്ഞിരത്തെ VP രാജേഷിന്റെ വീടിന്റെ അടുക്കളയിൽ സൂക്ഷിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ കാലിനും കൈക്കും ഗുരുതര പരിക്കേറ്റ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസും നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ നിന്ന് വൻ ആയുധശേഖരവും കണ്ടെത്തിയിരുന്നു. 2020 സെപ്റ്റംബർ 8 ശിവപുരം പാടുപാറയിൽ BJP ഓഫീസിന് നേരെ ബോംബ് എറിയുകയും 2020 ഏപ്രിൽ 18 തില്ലങ്കേരിയിൽ രാത്രി ബോംബ് സ്ഫോടനവും ഉണ്ടാവുകയും ചെയ്തു. ബോംബുകൾ കണ്ടെത്തുന്ന കേസുകളിൽ ആരെയും പിടികൂടിയിട്ടില്ല. ബോംബ് നിർമ്മാണവും ആളൊഴിഞ്ഞയിടങ്ങളിൽ സൂക്ഷിക്കുകയും ആവശ്യാനുസരണം എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കലും ഇപ്പോഴും നിർബാധം തുടരുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.